അപ്പോൾ ടോട്ടലി നമ്മളിപ്പോൾ ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കുന്ന ഈ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്ന സാധനം അബ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലും ആൾക്കാരെ വളരെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്തു തുടങ്ങി. അത് അവരെ മാത്രമല്ല, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്. ഇപ്പം തന്നെ ഈ അടുത്ത് നമ്മളൊരു വലിയ ഇൻസിഡൻറ്റ് ഇപ്പം കണ്ടതേ ഉള്ളൂ, പേരുകളൊന്നും നമ്മളവിടെ പറയുന്നില്ല. അപ്പോൾ വലിയൊരു ഇൻസിഡൻറ്റ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് മറ്റേ ഡ്രഗ് ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻസിഡൻസ് ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടാതിരിക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തേ പറ്റൂ. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. അതായത് ഒരാൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ എന്തിനാ അയാൾ തന്നെ വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? യു പ്ലീസ് കട്ട് ഹിം ഔട്ട്. അയാളെ വേണ്ടെന്ന് വെക്കുക. അതാണ് ഏറ്റവും നല്ലൊരു പണിഷ്മെന്റ്. യെസ്. അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴാണല്ലോ അമിതമായ സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്നത്. അയാളെ മാറ്റി നിർത്തുക. അപ്പം അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ അയാൾ നാച്ചുറലി അയാൾ നോർമൽ ആകുന്നില്ലെങ്കിൽ അയാളുടെ ജീവിതം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ചെയ്തോട്ടെ. ദാറ്റ്സ് നൺ ഓഫ് അവർ കൺസേൺ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അവർ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് വെച്ച് വന്ന് അവർ മര്യാദയ്ക്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവർ വയ്ക്കരുത്.